നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ശ്രീനിവാസൻ, ശ്രീനി എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മഹാനടൻ, കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം. ശ്രീനിവാസൻ്റെ രണ്ട് മക്കൾ വിനീതും അതുപോലെ തന്നെ ധ്യാനും. അന്ന് ധ്യാൻ്റെ ജന്മദിനം കൂടായിരുന്നു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവരങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തെ ബന്ധുക്കളും ഒക്കെ നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒരാളിഞ്ഞ് വന്ന് കയറി. അതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് തന്നെത്താൻ വന്ന് അങ്ങ് ഏറ്റെടുത്തു. അയാൾ ആരാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അവിടെ നിന്ന് ആർക്കൊക്കെയോ ചിലർക്ക് ഇയാളെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവർ പലരും നെറ്റി വിളിച്ചു, ഇയാളെങ്ങനെ ഇവിടെ വരാനിടയായി, ഇയാൾ ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുക്കാൻ ഇയാൾക്കെന്താ ഉള്ളത്, ഇയാളെ ആരെ ഏർപ്പെടുത്തി എന്നുള്ളത്. അതൊന്നും ചിന്തിക്കാൻ ആ കുടുംബത്തിന് സമയം അന്ന് കിട്ടിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഈ ആളെക്കുറിച്ച് അറിയാവുന്നവരെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. കുറേ പേർക്കറിയാം, കാരണം ഒരുപാട് പേരെ കബളിപ്പിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് കേസുകളുമുണ്ട്. ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നേക്കുന്നവനാണ്. അപ്പോൾ പല പ്രാവശ്യം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ ജയിലിൽ, സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പേര് സുനിൽ സ്വാമി എന്നാണ് ഇയാളെ അറിയപ്പെടുന്നത്. ഇയാളെ തന്നെത്താൻ ഒരു പ്രഖ്യാപിത സ്വാമിയായിട്ട് അയാൾ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിലെ ജീവനക്കാരനായിരുന്നു. അപ്പോൾ അതങ്ങ് കളഞ്ഞിട്ട് അയാൾ നോക്കിയപ്പം ആൾ ദൈവം ആവുന്നതാണ് ഏറ്റവും നല്ല ബിസിനസ് എന്ന് മനസ്സിലാക്കി പാലക്കാട് മുതലമട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിൻ്റെ മറവിൽ ഒരുപാട് കളിപ്പീരും തട്ടിപ്പും വഞ്ചനയൊക്കെ നടന്നു. പല കേസുകളും ഉണ്ടായി. ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. വാരിയർ ഫൗണ്ടേഷനിൽ അവർക്ക് ഈ വെള്ളപ്പൊക്കത്തിന് ആ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള പേരും പറഞ്ഞ് അവർക്ക് ഒരു വെള്ളപ്പൊക്കത്തിനാണോ അതോ കോവിഡിനാണോ എന്തോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തി എന്നുള്ള രീതിയിൽ അവർക്കൊരു അവാർഡ് കൊടുക്കാൻ ഇയാളങ്ങ് തീരുമാനിച്ചതായിട്ട് പറഞ്ഞ് 25 കോടി രൂപ. അപ്പോൾ ആ അവാർഡ് കൊടുക്കണമെങ്കിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്ലിയറൻസിന് ബാങ്കിൽ നിന്ന് അത് മാറിയെടുക്കാനായിട്ട് 25 കോടി രൂപ മാറിയെടുക്കാനായിട്ട് ചെക്കും കൊടുത്തു. ഡേറ്റ് ഇടാത്ത ചെക്കാണ് കൊടുത്തത്. അത് മാറിയെടുക്കാനായിട്ട് ഒരു 5.5 കോടി രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ശ്രീ മാധവ വാര്യരെ കളിപ്പിച്ച് ഒരു 5.5 കോടി രൂപ അങ്ങ് വാങ്ങിച്ചു. ഒന്നും കിട്ടിയിട്ടില്ല, പണമൊന്നും അവർക്ക് തിരിച്ചു കിട്ടിയില്ല. അതിന് കേസായിട്ടുണ്ട്. അതിൻ്റെ കേസാണ് ഇപ്പോൾ ബോംബെയിലെ ഉള്ള കേസ്. ബോംബെയിൽ ആണ് ആ കേസുള്ളത്. അതിനും ജയിലിൽ കിടന്നിട്ടുണ്ട്. അവിടുന്ന് ജാമ്യം എടുത്തിട്ടുണ്ട് തോന്നുന്നു, ബോംബെ എന്ന കഴിയാണ്. ഇതേപോലെ ഇതൊന്നുമല്ല, വേറെ ഒരു കോയമ്പത്തൂരുള്ള ഒരു വ്യവസായിയെ കളിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് കാണിച്ചു കൊടുത്തു, റിസർവ് ബാങ്കിൽ നിന്ന് 3000 കോടി രൂപ ഇയാൾക്ക് കിട്ടാനുണ്ടെന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തു. വ്യാജം ആയിട്ടുണ്ടാക്കിയതാണ്. കാണിച്ചിട്ട് അയാളെ ഇതൊരു 3.5 കോടി രൂപ അടിച്ചു. അതിനാണ് കോയമ്പത്തൂർ ജയിലിൽ കിടന്നത്, സെൻട്രൽ ജയിലിൽ കിടന്നത്. ഇതേപോലെ ഒരുപാട്, ഇതൊന്നുമല്ല, ഒരുപാട് നൂറുകണക്കിന് കോടി രൂപ ഇതുപോലെ പല ആളുകളെ നിന്നും തട്ടിപ്പടത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളാണ് അയാൾ സുനിൽ സ്വാമി എന്നുള്ള ആൾ ദൈവമായിട്ട് അങ്ങ് മാറിയിട്ടുണ്ട്. താടിയൊക്കെ വളർത്തി അയാളിങ്ങനെ നിൽക്കുക. അപ്പോൾ അയാൾ വന്ന് ഇതിനിടയിൽ കയറി ഇന്നങ്ങ് പെരുമാറി. അപ്പോൾ ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്കാര ചടങ്ങുകൾ മുഴുവൻ അനിയന്ത്രിതമായിട്ട് ഇതങ്ങ് നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇയാളങ്ങ് പ്രാർത്ഥന ചൊല്ലുന്നു, അത് ചൊല്ലുന്നു, ഇത് ചൊല്ലുന്നു. അയാൾ പഠിപ്പിക്കുകയാണ് ഇവരെയൊക്കെ. ശ്രീനാരായണ ഗുരു അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഇതൊക്കെയാണെന്നൊക്കെയുള്ള ക്ലാസ്സൊക്കെ എടുക്കുക. അതിൻ്റെ ഇടയിൽ അതൊക്കെ നടക്കുന്നുണ്ട്. വളരെ അങ്ങ് വലിയ പ്രാർത്ഥനകൾ ഇയാളങ്ങ് നടത്തുകയാണ്. ഇയാൾ വലിയ കള്ളനാണെന്നുള്ളത് അന്നൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. ഇവർക്കാർക്കും അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞത് എന്താ അറിയോ, ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ള അവതാരങ്ങളെ സൂക്ഷിക്കണം. ഇതുപോലെ എവിടെ, അതായത് വലിയ ആളുകളുടെ അവിടെ ഒരു മരണം നടക്കുകയോ ഇതുപോലൊക്കെ ചെയ്താലും ചിലവന്മാർ ഇതുപോലെ വന്നങ്ങ് കയറും.
പ്രാർത്ഥനയായിട്ട്. അതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഇത് ആരാന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു വ്യാജന ഇയാൾ ഇവിടെ കയറി വന്നു, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അത് നമ്മുടെ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ നന്നായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച്, ഈ സംഭവത്തെക്കുറിച്ച്. അപ്പോൾ അത് കേൾക്കാനിടയാവുന്നപ്പോഴാണ് ഞാനും ഞെട്ടിപ്പോയി. ഞാൻ ഇയാളെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്, പാലക്കാടുള്ള തട്ടിപ്പിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ആരാണ്ടൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇത് പറയാൻ കാരണം, ഇത് വളരെ സൂക്ഷിക്കണം. ഇതുപോലുള്ള അവതാരങ്ങൾ പലയിടത്തും വന്ന് കയറും, ഈ അവതാരങ്ങളെയൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ ചടങ്ങ് ഇതുപോലെ അങ്ങ് വലിച്ചു നീട്ടി അയാൾ ഒരുപാട് ശല്യം ചെയ്തു ആളുകളെ. എന്നിട്ട് അവിടെ ആ രീതിയില്ല, പിന്നെ ആരോ പറഞ്ഞയക്കുമോ കണ്ട് ചെയ്ത് അങ്ങ് പോയെന്ന് തോന്നുന്നു. ഏതായാലും ശരി, ഇങ്ങനെയുള്ളവരെ ഒന്നും ഇങ്ങനെയുള്ള സ്ഥലത്ത് കയറ്റരുത്. അത് ആളുകൾ നിർബന്ധമായിട്ട് അന്ന് ഇത് ആർക്കണ്ടൊക്കെ മനസ്സിലായെങ്കിൽ പോലും ഈ ചടങ്ങ് അലങ്കോലപ്പെടരുതല്ലോ എന്ന് കരുതിയായിരിക്കും ആരും അവിടെ പ്രശ്നം ഉണ്ടാക്കാഞ്ഞത്. അല്ലെ ഇയാളെ അവിടുന്ന് അടിച്ചിറക്കി വിടേണ്ടതാണ്. അപ്പോൾ അത് കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ, അതും ഈ അവതാരങ്ങൾക്ക്, ഇങ്ങനെയുള്ള അവതാരങ്ങൾക്കെതിരെ ഒരുപാട് പടപൊരുതിയിട്ടുള്ള ആളാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ അതിനെ എഴുത്തിലൂടെയും അദ്ദേഹം സംസാരത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെയൊക്കെ ഇതുപോലെ ആൾ ദൈവങ്ങളെയൊക്കെ അദ്ദേഹം ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ മരണത്തിനാണ് വന്ന് കയറി ഇതേപോലുള്ള പണി കാണിച്ചിട്ട് പോയത്. എന്ത് കഷ്ടമായിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ ചിലർ ഇതുപോലെ തന്നെ ചിലപ്പോൾ ചില വിവാഹങ്ങൾക്കൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് പണ്ടില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിലെ പൂജാകർമ്മങ്ങൾ അങ്ങ് നടത്തുക എന്ന് പറഞ്ഞാൽ, ഈ കർമ്മങ്ങൾ നടത്തുന്ന കർമ്മിയുണ്ടല്ലോ, ഈ കർമ്മിക്ക് പൈസ വാങ്ങുന്നതനുസരിച്ച് ഈ ചടങ്ങ് നീളും. ഇവിടെ കർമ്മിക്കൊന്നും കൊടുത്താൽ ഇയാൾ തന്നെത്താൻ വന്നങ്ങ് ഏറ്റെടുത്തതാണ്. ഇതിനെ ഇതിനെ ഏർപ്പെടുത്തിയിരുന്ന ആളുകളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് ഇയാൾ ഇവിടെ വന്ന് കയറി ഇയാളങ്ങ് ഏറ്റെടുത്തു. ബാക്കിയുള്ളവരൊക്കെ അങ്ങ് അപ്രസക്തരാക്കി അങ്ങ് മാറ്റി. ഇത് വിവാഹങ്ങൾക്ക് പോലും നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇത് ഓരോരുത്തർ പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങ് നടത്തുന്നത് എന്താണ്? ഈ പണം കിട്ടുന്ന അനുസരിച്ചാണ് അതിൻ്റെ ഈ സമയമെടുക്കുന്നത്. എന്തുമാത്രം മെനക്കേട് ആളുകൾക്ക് ഉണ്ടാവുമെന്നറിയോ? പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന വിവാഹം, ഇപ്പോൾ അതിനൊക്കെ ഒരു മണിക്കൂർ ഒക്കെ ഉള്ള ചടങ്ങുകൾ അങ്ങ് നടത്തുക. അങ്ങോട്ട് കൊടുക്കൂ, ഇങ്ങോട്ട് കൊടുക്കൂ, ഇവിടെ പോവൂ, വീണ്ടും തൊഴുക, അവിടെ ഇരുത്തുക, പിന്നെ വായിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പഠിപ്പിച്ച് അങ്ങ് ശല്യം ചെയ്യുകയാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു വിവാഹം നടത്തി കൊടുക്കണം, എന്തെളുപ്പമാണ് നടത്തി കൊടുക്കാൻ. അതിന് പകരം ഇത് ഹിന്ദു വിവാഹങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ സപ്തപതി 7 ചുവട്, അത് മാത്രമാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ നിയമവശ പ്രകാരമുള്ള ചടങ്ങ്. അത് മാത്രം ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ച് 7 വലത്ത് വെക്കുക, അഗ്നിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം, 7 വലത്ത്, 7 ചുവട്, 7 വലത്തല്ല 7 ചുവട് വെച്ചാൽ മതി. അതിന് പകരം ഇപ്പോൾ എന്തുവാ, ഇപ്പം അങ്ങ് വളരെ കഷ്ടപ്പാടല്ലേ ഒരു പണികൾ ചെയ്യിപ്പിക്കുന്നത് ഈ പിള്ളേരെ കൊണ്ടൊക്കെ, വളരെ ബുദ്ധിമുട്ട്. അത് എല്ലാ തരം വിവാഹങ്ങളിലും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നുകൂടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ മരണ വീടുകളിലൊക്കെ ഇതേപോലെ പ്രമുഖരായ വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അവിടോട്ട് നിങ്ങൾ കയറുകയാണ് ഇങ്ങനെയുള്ള അവതാരങ്ങളെ സൂക്ഷിക്കണം. അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണം.